ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ലെവൽ ഡൈവൽ എന്ന് പറഞ്ഞ ഗെയിമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗെയിം കളിച്ചപ്പോൾ നമ്മൾ പാർട്ട് 1 ആണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ഗെയിം ഭയങ്കര ടഫായിരുന്നു. ഈ പ്രാവശ്യം എന്തായിരിക്കും നമുക്ക് നോക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഇവിടെ എന്തോ ഇത് കളിക്കുന്നുണ്ടല്ലോ ഗൈസ്, ഒന്ന് നോക്കിയേക്കാം. ഇത് വേറെ ഇതെല്ലോട്ട് ഗൈസ്. ഇതിൽ ഉണ്ട് അവിടെ വേറൊരു രീതി കണ്ട്. ഇത് ഈസ്റ്റ് അങ്ങനെ എന്തുവാന്ന് ഇതെന്തോ ഇത് നീയാറാ ഇതൊരു ഉണ്ട്. ഇതിൽ നമുക്ക് എന്തായാലും ഇന്നലത്തെ ബാക്കി കളിക്കാം. 5ാമത്തെ ലെവൽ ലെറ്റ്സ് ഗോ. നമുക്ക് ഏറ്റവും മറ്റേത് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും നമ്മളെ അയ്യോ ഇതും നമ്മൾ ഇതാ വെക്കേണ്ടപ്പോൾ ഇത് ഓരോരോ തള്ളുണ്ട് ഗൈസ്. ഇങ്ങനെ വരുന്നത് ഇതിലാണിത്. ഇതിങ്ങനെ ഇവിടെ വെക്കിയാലല്ല നോക്കി. പക്ഷെ ഇത് തിരിച്ചാണ് അടുത്ത ലെവൽ എത്തിയിട്ടു. അടുത്തത് എത്തിയിട്ടും അങ്ങനെ തന്നെ ടൈപ്പ് എന്ത് ഗൈസ് ഇങ്ങനെ ഗൈസ് എന്താ സംഭവം? തുള്ളിക്കളിക്കുന്ന മുന്നിനാ അവനാ? ഇല്ല പ്രശ്നമില്ല. ഇത് മര്യാദക്ക് ഇതൊക്കെ എനിക്ക് കളിക്കാൻ കഴിയുന്നില്ല ഗൈസ് രക്ഷപ്പെട്ട് ഗൈസ്. അവിടെ ചതി അവിടെ എടുക്കൊണ്ട് പോയിട്ട് വെക്കുന്ന കള്ളന്മാർ ഇങ്ങനെ തുള്ളുന്ന പോലെ ആക്കിയാൽ മതി. അത് തുള്ളി കണ്ടാ ഇതാരും എടുക്കുന്നൊന്നും ഇരുന്ന് നോക്ക് ഗൈസ്. അയ്യോ നല്ലത്. ഇത് ജയിക്കണമെങ്കിൽ കുറേ വെള്ളം കുടിക്കേണ്ടി വരും ഞാൻ ഉറപ്പാ ഗൈസ്. ഓടിക്കോ ഗൈസ്, ജസ്റ്റ് മിസ്സാണ്. ഓടിക്കോ ഇവിടെപ്പൊന്ന് വരും കള്ളന്മാരാണ്. അയ്യോ ഗൈസ് പൊട്ടി ഗൈസ്. ഇപ്പോഴത്തെ പണിയാണ്ട് ഇത് എങ്ങനെയോ ജയിച്ച്. ഇത് കളിക്കാൻ തന്നെ 30 സെക്കൻഡ് എടുത്ത്. എന്തെങ്കിലും ഒരു ഉടായ്പ ഉണ്ടാവും ഇതിൽ. ഗൈസ് അതെന്ത് ഇതിലോട്ട് കൂടെ എല്ലാം ഉണ്ട്. ഗൈസ് അപ്പം ഇതെന്താക്കണ്ടേ? തുള്ളുമ്പോ കാർത്തേക്കൊന്ന് എത്തുന്നത്. ഇതൊന്നും എന്താക്കണം? ഇങ്ങനെ തുള്ളിക്കളിക്കണം. എന്തോ ഇതെങ്ങനെയോ ആണ് സംഭവം. ഗൈസ് ഇതൊന്നും കഴിയൂല. തോന്നി ഞാൻ ജയിക്കാം. ഇതെങ്ങനെ ജയിക്കാം? എന്തോ ഇവിടുന്ന് തുള്ളുമ്പോൾ ഇത്ര ഐറ്റ് പോകേണ്ട ആവശ്യം തുള്ളത്. ഇതിന് ഭയങ്കര ടഫായി ഗൈസ്. ഇത് ജയിക്കണ കുറേ കളിയായിരിക്കും ഗൈസ്. ഇത് മുട്ടച്ചതിയായിപ്പോയി. ഇത് കളിക്കാൻ കഴിയുന്നില്ല. കണ്ടാവും തട്ടിട്ട് വിളിച്ചു. ഇപ്പം എങ്ങനെ ഈ ലെവൽ കംപ്ലീറ്റ് ആക്കുമോ എന്തോ ഗൈസ്. ണ്ടേ പക്ഷെ ഇപ്പം എനിക്ക് സംഭവം മനസ്സിലായി. ഇവർക്ക് ഉള്ളിട്ട് ഇപ്പുറത്തേക്ക് എത്തലാണ് നമ്മൾ ടാസ്ക്. ഇങ്ങനെ ജയിച്ചു ഇങ്ങനെ ആകേണ്ടത്. ഇത്ര സമയം പണിയായിട്ടുണ്ടായിരുന്നു. ഇതെന്താ പുതിയ ലെവല? ഇത് ഓടിയാലോ രക്ഷപ്പെടോ? അതെന്ത് ഗൈസ് അങ്ങനെ അവിടെ എന്തോ ഇതാകുന്നു നോക്കാം. ഇത് ഇവിടെയാക്കാം. ഇതും പണിയായോ? തുള്ളിയതായിട്ടില്ലേ? ശരിക്കും തുള്ളിയിട്ടില്ല. അതുകൊണ്ടാണ് ശരിക്കും തുള്ളിയതാ. അങ്ങനെ ആയിപ്പോയേ. ഇങ്ങനെ ഞുന്തിള നോക്കുന്ന ആളെയോ ഇത് വല്ലാത്തൊരു വല്ലാത്തൊരു കള്ളക്കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോയ്സ് ഇതിങ്ങനെ ഭയങ്കര ഇതാകല കാണുന്നു. തട്ടുമ്പോഴേക്ക് നെലത്തേക്ക് തെറിച്ച് നോക്കാത്. ജപിക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെടുന്നോന്ന് അറിയില്ല ഗൈസ്. ജപിക്കാനും വേണ്ടി തന്നെ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കളിച്ച് നോക്കാം. കഴിയുമോ? നമുക്ക് ഇന്ന് 6 ലെവൽ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെ അറിയില്ല. എന്തായാലും കഴിയുന്നല്ല എത്തിക്കാം. പിന്നെ പോയി എല്ലാത്തൊരു അവസ്ഥ ഏതെല്ലാം ഗൈസ്. ഇതൊന്നും ഇങ്ങനെ പോകുന്നു. ഞാൻ ജയിപ്പിക്കുന്നത് തുള്ളികൾ. എനിക്ക് ചെറുതായിട്ട് കാര്യം മനസ്സിലായി. അടിക്കുമ്പോഴേക്ക് ഇപ്പുറത്തേക്ക് തുള്ളുക അത്രേ ഉള്ളൂ. നോക്കുമെന്ന് ഇപ്പുറത്തേക്ക് തുള്ളു. തെറ്റിപ്പിടിച്ചു. അതാണ് പ്രശ്നം. അടിക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് തുള്ളി കൊടുത്താൽ മാത്രം മതി. ഇപ്പുറത്ത് കൂടെ ഉണ്ടാവില്ല പ്രശ്നം. പോയി ഇതിൽ മാറി കളിക്കുന്നുണ്ട് ഗൈസ്. വല്ലാത്ത ചതിക്കുന്നാറാണ്. തുള്ളി കൊടുത്താൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? മുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. നമുക്ക് എവിടെയും ഉണ്ടാവില്ല പ്രശ്നം. ഇപ്പുറത്തെ സൂക്ഷിക്കുന്നു. ഗൈസ് മൂടെത്തി. അവൻ്റെ നിങ്ങൾക്ക് മാറിപ്പോന്ന് ഗൈസ്. ചത്ത് ഇപ്പം എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം.
ഗൈസ് ഈ ലെവൽ പിന്നെ എത്ര കഷ്ടപ്പെട്ട് നോക്കി ഇത് 6ാമത്തെ ലെവൽ. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതൊന്ന് കളിച്ചു നോക്കാം. ടഫാണോന്നൊന്നും അറിയില്ല. ഇപ്പം രാജക്കീരുടെ ഇവിടെ ഇങ്ങനെ കളിക്കും. ഭയങ്കര ടഫാണോന്ന് അറിയില്ല. എന്തോ വേറെ ഇതാണല്ലോ ഗൈസ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ഇതെന്താക്കുന്നുണ്ട് രക്ഷപ്പെടാം. അതിലേക്ക് പോയതുകൊണ്ട് ഒന്നും സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിലേക്ക് കുടിക്കാൻ കൊണ്ട് ഗൈസ് അത് സ്വഭാവം ഒരു അടുപ്പായി പിടിച്ചാൽ ജയിക്കുന്ന ആ സംഭവം വരും. അതിൽ നമുക്ക് കയറണമെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് കൊണ്ടൊരു സൂക്ഷിക്കുക. അത് നമ്മളെടുത്താൽ വില്ല് നമ്മളത് എടുത്താൽ വരുന്നെന്ന് തോന്നുന്നു ഗൈസ്. ആ സാധനം ഓടി ഇതൊന്ന് ഗൈസ് മാറിക്കളിക്കും. പിന്നെ ഇങ്ങനെ ആക്കി കളിക്കുന്നത് ഗൈസ് നല്ലത് സൂക്ഷിക്കണം. നമ്മൾ വരാൻ നോക്കുന്നു ആ സാധനം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ജയിക്കാൻ തോന്നില്ല. ഇതെന്ത് ഗൈസ് ഭയങ്കര ടഫാന്ന്. മറ്റേതിനെ കളിക്കേണ്ടി വരും ഗൈസ്. നമ്മൾ ലെങ്തി ആയി പോയി വീഡിയോ അങ്ങനെ ആകുമ്പോൾ. ഇപ്പോൾ ആ ഇപ്പം എൻ്റെ ബേക്കിൽ ഉണ്ടോ ഗൈസ്. എൻ്റെ ബേക്കിൽ നിന്ന് എന്നെ പൊട്ടിക്കുന്ന സാധനം ഒന്നിനായിപ്പോൾ എന്താ ചെയ്യേണ്ട ഗൈസ്. അത് താന്നിട്ട് കേൾക്കും എന്നിട്ട് എന്നെ പൊട്ടിക്കും. ഇങ്ങോട്ടേക്ക് പോവാ ഗൈസ്. ഗൈസ് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ 6 ലെവൽ എത്തിയിട്ടുള്ളൂ. ഭയങ്കര ടഫായി വരുന്നു ഈ ഗെയിം. എന്ത് ചെയ്യും ഞാൻ? ഗൈസ് ജസ്റ്റ് ഓടിപ്പോയിട്ട് പിടിക്കുള്ളൂ. എന്നാൽ ഈ ബോഡി നമ്മൾ അനങ്ങൂല. അങ്ങനെ ഗെയിം കളി പറന്നു പോ ഗൈസ്. ഈ പ്രശ്നം നമ്മൾ എസ്കേപ്പായിരിക്കുന്നതാണ്. അങ്ങനെ ഓടിയ പ്രശ്നമൊന്നുമില്ല. വിചാരിച്ച പ്രശ്നം ഉണ്ടാവും. എന്തോ എത്ര വല്ല ഉണ്ട് വരുന്നില്ല. നമ്മൾ ഇങ്ങനെ കുത്തി രക്ഷപ്പെടും. നമ്മളെടുത്ത കളിയില്ലേ ഗൈസ്. ഓടി ചത്ത് ഇത് ഉറപ്പ് വിചാരിച്ചില്ല ഗൈസ്. ഇതും ടഫാണ്. ഇത് ഭയങ്കര ടഫാണ്. തോന്നുന്നൊരു ഇവിടെ അങ്ങനെ ഓടിയ രക്ഷപ്പെടുമ്പോൾ കിട്ട് ചത്ത് രക്ഷപ്പെടുന്നില്ല. ഇത് നമ്മക്കാല് എന്ത് നന്നായി. ഇത് ഓരോ ഉഡായ്പകളാണ്. ചതി നമുക്ക് എസ്കേപ്പ് തോന്നുന്നില്ല. ഒരു ലെവൽ ജയിക്കാനും വേണ്ടിയിട്ട് 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് അല്ല പോടുത്ത സാധനം. ആ വെക്കി സാധനം ഒറ്റയ്ക്ക് പുറത്തുനിന്ന് ഓടിപ്പോയത് മേലെ ഇപ്പോൾ അപ്പോൾ എന്താ ഗ്ലിച്ചോ സർഫീസ് മേലെ ഇങ്ങനെ ഓടുമ്പോഴേക്കും നമുക്ക് കൂടി രക്ഷപ്പെടാമെന്ന് എൻ്റെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുള്ളതുകൊണ്ടാണ് കൊല്ലുന്നത്. പിടിച്ചോ ഇങ്ങനെ നിൽക്കും. ചത്ത് ഇല്ല ഭാഗ്യം. നമുക്ക് താഴേക്ക് പോയിട്ട് ഇങ്ങനെ നമുക്ക് കൂടിയ രക്ഷപ്പെടാൻ എൻ്റെ മനസ്സ് പറയും. ഗായ്സ് ഇത് തട്ടത് ഗായ്സ്. ഇത് ഇങ്ങനെ കളിച്ച ക്ഷമമാണ്. ക്ഷമക്കുള്ളതാണ്. ആ ക്ഷമ തന്നെ ഉള്ളത് ഓപ്പിക്കൊന്നും അറിയില്ല ഗായ്സ്. അകത്ത് ഇതെന്തേ ആവുന്നോ ഇത് മറ്റേത് എടുത്താലോ എന്ന് എൻ്റെ ആലോചന. അല്ലാത്ത ഗ്ലിച്ച് ജയിക്കുക നമുക്ക് കളിക്കാം. നമുക്ക് വേറെ എടുക്കാം. ബാക്കിപ്പോ മൂന്നാല് അടുത്ത് ഇത് കളിച്ച് നോക്കാം. ഇത് ടഫായിരിക്കും നടക്കുമെന്ന് സാധനം. പൈസ എന്ത് നമുക്കത് നടക്കുന്ന മതിയില്ല. ജനിക്കലോ നടക്കില്ലല്ലോ. ഇത് ഇങ്ങോട്ടേക്കും വരും. ഇത് നമുക്ക് അറിയാത്തതൊന്നുമല്ലോ പൈസ. ചത്ത് പാർട്ടിയില്ലേ. ഇതെന്തോ ഒരു ഡായ്പുണ്ട്. ചത്ത് ധൈര്യം ടഫോ. എൻ്റെ മനസ്സ് പറയും ചത്ത് നന്നായി മനസ്സിലായി. റൗണ്ട് ചുറ്റി പോകുമ്പോൾ നമ്മൾ അതിൻ്റെ പേര് ഇങ്ങനെ മുന്നോട്ടേറ്റ് പോകും. അപ്പം നമ്മൾ രക്ഷപ്പെടുമെന്ന് എൻ്റെ മനസ്സിലായി. ഒന്നാന്ന് ജനിക്കുന്നതിനെ കൊല്ലല്ലോ. എന്താ സ്വഭാവം. ചത്തിപ്പം ചാവും. സൗളിച്ചല്ലോ. അങ്ങനെ തന്നെ ഉണ്ട് നടക്കും.
മനസ്സിലായി. നടക്ക് ഇതെന്ത് ഗൈസ്, ഇത് കഴിഞ്ഞില്ല. നമുക്ക് സാധ ഒന്ന് കളിച്ചു നോക്കാം. സപ്പത്തെടുക്ക് ബേക്കടി ഭയങ്കര ടഫാണ്. സാധാ ഈ ലെവലും കൂടി അവസാനം കളിച്ച് ഗെയിം അതിൻ്റെ പേര് ശ്രമിക്കാം. എന്തൊക്കെ ഇത് സിമ്പിളാണ്. ഇതെന്ത് കഷ്ണം മുറിഞ്ഞു നടുക്ക് നിന്നാൽ മതി. നടക്കുന്നു ഇങ്ങനെ നിന്നാ എടുത്താൽ മതി. അപ്പോൾ ചാവും. അവിടെ തുള്ളി കൊണ്ടാ കൈസ് ഇങ്ങനെ ആയത്. ജയിച്ച് കായ് നോക്കാം. സിമ്പിളായ മതിയായിരുന്നു. ഇങ്ങനെ തുള്ളിയ മതി എന്ന് വിചാരിച്ചു. തുള്ളിയാണ് പക്ഷെ മൂഞ്ചി ഇത്രയേ ഉള്ളൂ. തുള്ളും വേണ്ടേ അവിടെ. ഇതെന്താന്ന് അടുത്ത കള്ളക്കളിയാണ്. ഇതെന്തൊക്കെയാണ് കൈസ് ഇതിലുള്ളത്? ചത്തു പൊട്ടന്മാർക്കുള്ള ചത്തു. ഇത് ചെയ്യിക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കളിക്കുക. അതാണ് നല്ലത്. നീങ്ങുമില്ല ആരെ കാത്തുക്ക് അടി വരുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രശ്നമില്ല പൈസ തുള്ളിയാണ്. റിവേഴ്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് തുള്ളി രക്ഷപ്പെടും. രക്ഷപ്പെട്ടിരിക്കുന്നു പൈസ. നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് ലെവൽ വരെ കളിക്കാം തോന്നുന്നു. തുള്ളി കൊടുത്താൽ രക്ഷപ്പെടും. അങ്ങനെ സംഭവം. ഇത് മറ്റെന്തോ ഇതേപോലത്തെ ഇല്ല. അതുപോലത്തെ തന്നെ ചത്ത് ഇല്ല. ഏത് ഉള്ളക്കളി ഇവർ കളിക്കും. ചത്തു അവിടെ ഉണ്ടിട്ടാണ് ഈ സാധനത്തിന് തുള്ളിക്കളിക്കോ പിന്നീരാമ ആടസാണ് പൊട്ടണൊക്കെ വിചാരിച്ചേ. പക്ഷെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഊർത്തു ഞാനിങ്ങനെ പോകും. വരുമ്പോൾ അങ്ങനെ ഓരോന്നും ഇഷ്ടം മനസ്സിലായ സംഭവം. മനസ്സിലാവിടെ വിചാരിച്ചത് എന്തെങ്കിലും ആയിട്ടുണ്ടാവും വിചാരിച്ചു. ചത്ത് ചോല് ഈ ഗെയിം പ്ലെയർ സ്റ്റോറിൽ അവൈലബിളാണ് ഗൈസ്. ഫോൺ കളിക്കാം. നല്ല ഗെയിമാണ് പക്ഷേ ക്ഷമ എല്ലാവർക്കും. എന്നാലും ഇതാണ് ഗൈസ്. എന്നിട്ട് പിന്നെ ചത്തു പോകുന്നു. ഇങ്ങനെ സൂക്ഷിക്കണ്ടേ പാതി. പൊട്ടം കളി കളിച്ച് ഒന്നും വരൂലേ. ക്ഷമമാണ് ഗൈസ്. എന്നാലേ ഇത് കളിക്കാൻ കഴിയൂ. ഉറപ്പം ഇത് ചാങ്ങ് ചാൻസ് ഇല്ലേ. എന്ത് അതിന് നോക്കും കളിയോ. അടുത്ത് തുള്ളു മാറിയാന്ന് ഗൈസ് പേടിച്ചിട്ട്. അതാണ് അതിന് പ്രശ്നത്തിന് കാരണം. അങ്ങനെ തന്നെ ഇത് ചത്തു ഗൈസ്. ഞാൻ ഇങ്ങനത്തെ കളി കളിക്കുന്നത് വല്ലാത്തൊരു ഭ്രാന്താണ്. ഒന്നെൻ്റെ മതി. പിന്നെ കണ്ടോ എല്ലിനും പ്രശ്നം പേടിച്ച് കളിക്കുന്നു. ഒരു പൊട്ടം കളി കളിക്കുന്ന വേച്ചാവുന്നു ഇങ്ങനെ. കണ്ടോ വേറെ തുള്ളിക്കളിക്കുന്നതിന് മുമ്പ് നാം തന്നെ അങ്ങനെയെങ്കിലും അയാൾ ജയിച്ചിരിക്കും ഗൈസ്. ഞാനാ പറയുന്നത്. ഇനി അടുത്ത ഗെയിം കളിക്കാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഗെയിം നോക്കി കളിക്കാം. അയ്യോ ഏത് ഗെയിം കളിക്കാമെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമുക്ക് ഗെയിം കളിക്കാൻ കഴിയും. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ട് എടുക്കാൻ കഴിയും. അയ്യോ രക്ഷപ്പെട്ടോ വെച്ച് തുള്ളിയിട്ട് തെറ്റിപ്പോയതോ സംഭവം. നമുക്ക് മനസ്സിലായി സംഭവം. ഞാൻ ജയിക്കും. രക്ഷപ്പെട്ട് ഗൈസ് ജയിച്ചിരിക്കുന്നാവും. അടുത്ത നമുക്ക് കളിക്കും. ഇതൊന്നും ഓണി ഒരു പോക്ക. അയ്യോ പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. അയ്യോ അടുത്ത സംഭവം മനസ്സിലായി. അതിൻ്റെ മേലെ കയറി നിന്നാൽ മാത്രം മതി. ഇതിന് മുമ്പുള്ള അതിൻ്റെ മേലെ കയറി നമ്മൾ ജയിക്കും. ഗൈസ് പാർക്കില്ലേ ടാക്ടിക് ഉപയോഗിച്ചാൽ ഇത് ജയിക്കും. അടുത്ത ലെവലെത്തി ഗൈസ്. അടുത്ത വീഡിയോയിലേക്ക് പെട്ടെന്നായിട്ട് വീഡിയോ കാണാം. നമുക്ക് ഫുള്ളൊക്കെ നോക്കാം. എന്നിട്ട് ഇപ്പോഴത്തെല്ലാം ഉണ്ട് ഭയങ്കര ടഫായ ലെവലുകൾ. ശ്രമിക്കാം. എല്ലാവരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ്. അടുത്ത ഇത് ഗെയിം കളിക്കണം. ഇത് കണ്ടിന്യൂ ചെയ്യണം. എല്ലാം നിങ്ങൾ
പറയുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ.